ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് മാംഗോ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പൊരിഞ്ഞ വേനൽ ചൂടിൽ പെട്ടെന്ന് തന്നെ കൂളാൻ പറ്റുന്ന ഒരു കിടക്കാഴ്ച ആയിട്ടാണിത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ മാങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളെല്ലാം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ മാങ്ങ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇപ്പോൾ ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഞാൻ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഹൈ ഫ്ലെയിമിൽ വെക്കുക ചെയ്യരുത്, അടിയിൽ പിടിക്കും. ഇപ്പോഴത്തെ മാംഗോ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1.5 ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള മിൽക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള മിൽക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പാലിൽ ഈ മാംഗോ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുക, ഒട്ടും കട്ടയൊന്നും പിടിക്കരുത്. ഇപ്പോൾ കണ്ട ഈ പാലിൽ മാംഗോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരണം. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസിന് സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ടേസ്റ്റ് വരുന്നത്. ഇപ്പോഴത്തെ അത്യാവശ്യം നന്നായിട്ട് കുറുക്കി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കുറേ സമയം ഇളക്കി നല്ലപോലെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി. ഇപ്പോഴത്തെ മാംഗോ മിക്സിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും ഒരു ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിലൊരു വനില എസൻസിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. എങ്കിലും നമുക്ക് ഇതിലോട്ടൊരു 3/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോഴിതാ നല്ല പോലെ പതപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോഴിതാ നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കസ്റ്റാർഡ് മാംഗോ ജ്യൂസ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറുന്നില്ലേ. കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ഒരു പൊരിഞ്ഞ വേനൽ ചൂടിൽ ഈ ഒരു ജ്യൂസ് എത്ര കുടിച്ചാലും മതി വരില്ല കേട്ടോ, അത്രമാത്രം ടേസ്റ്റിയാണ്. ഈ ഒരു ജ്യൂസ് ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം റെഡിയാക്കി കുടിക്കാനായിട്ട്, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അതിരുചികരമായ കസ്റ്റാർഡ് മാംഗോ ജ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.